ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. ഈ ബില്ലിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. വിദേശത്ത് നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻസ്, പണം, സംഭാവനകൾ അത് ഉദ്ദേശിച്ച കാര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നു. 1. 2. ട്രാൻസ്പാരൻസി, അതായത് സുതാര്യത. ഇതൊരു അരമന രഹസ്യമാക്കി വെച്ചുകൊണ്ടിരിക്കാതെ കണക്കുകൾ പരസ്യമാക്കുക. എന്തിനു വേണ്ടിയിട്ട് പണം ഉപയോഗിച്ചു, എന്ത് കാര്യങ്ങൾക്കായി ഈ പണം വിദേശികൾ അയക്കുന്ന അല്ലെങ്കിൽ വിദേശ ചാരിറ്റബിൾ സംഘടനകൾ അയക്കുന്ന പണം എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതിന് ആ പുസ്തകം, അക്കൗണ്ട് ബുക്ക് തുറക്കുക, ചുരുക്കം പറഞ്ഞാൽ. ഇതൊക്കെ ഒന്ന് ഓവർസീ ചെയ്യുവാനായിട്ട്, മോണിറ്റർ ചെയ്യുവാനായിട്ടുള്ള ഒരു ആക്ട്, ഒരു നടപടിയാണ് ഈ ആക്ട്, FCRA ആക്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് കാത്തലിക് ചർച്ച്, ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ക്രിസ്ത്യൻ ചർച്ചസ്. ഇത് എല്ലാ മതവിഭാഗങ്ങൾക്കും മതേതര വിഭാഗങ്ങൾക്കും സംഘടനകൾക്കും ഇത് ബാധ്യമാണ്. ഡെഫിനറ്റ്ലി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻസിനും എല്ലാവർക്കും, മറ്റെല്ലാ സമുദായക്കാർക്കും, എല്ലാ മതക്കാർക്കും. ഈ ആക്ടിലെ ചില നിബന്ധനകൾ ഞാൻ പറഞ്ഞുതരാം. ഇതനുസരിച്ച് NGOs, അതായത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, ഇതുപോലുള്ള സംഭാവനകൾ സ്വീകരിക്കുന്ന NGOs ആ പണം മറ്റൊരു NGOക്ക് കൈമാറ്റം ചെയ്യുക സാധ്യമല്ല. ഇത്രനാൾ അത് ചെയ്യുമായിരുന്നു. ഉദാഹരണത്തിന് ഒരു അനാഥശാലയ്ക്ക് കിട്ടുന്ന പണം അത് വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു വൃദ്ധസദനം നടത്തുന്ന ഓർഗനൈസേഷന് കൈമാറാമായിരുന്നു. അത് പാടില്ല. അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കണ്ടീഷനാണ്. അതായത് ഈ സംഭാവന സ്വീകരിക്കുന്ന NGOയുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. പിന്നെ ഈ NGOയ്ക്ക് ലഭിക്കുന്ന പണം അവർ സുതാര്യമായി, അവർ റെസ്പോൺസിബിളായി, അവർ ചെലവ് ചെയ്തോ എന്നുള്ള ഓഡിറ്റിംഗ്. ഈ ഓഡിറ്റിംഗ് ഒക്കെയാണ് നമ്മുടെ ബിഷപ്പുമാരെ വിഷമിപ്പിക്കുന്നത്. ശരിക്ക് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യും, കണക്കുകൾ കൃത്യമായിരിക്കണം. മാത്രമല്ല ഈ സംഭാവനകൾ സ്വീകരിക്കുന്നത് ഇനി പല ബാങ്കുകളിൽ കൂടി ആയിക്കൂടാ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡൽഹി ബ്രാഞ്ചിൽ മാത്രമേ ഈ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുകയുള്ളൂ. അതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഡൽഹിക്ക് അത് കൃത്യമായി മോണിറ്റർ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അത്. അതുപോലെ ഈ NGOs FC4 ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടോ കൃത്യസമയത്തിന് തന്നെ, അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഓഡിറ്റ് റിപ്പോർട്ടും മാച്ച് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ഈ അക്കൗണ്ടിൽ നിന്ന്, ഈ NGOയുടെ അക്കൗണ്ടിൽ നിന്ന് അനധികൃതമായിട്ട് വ്യക്തികൾക്കോ മറ്റ് സ്ഥാപനങ്ങൾക്കോ മണി ട്രാൻസ്ഫർ പോയിട്ടുണ്ടോ. വെരി ഇമ്പോർട്ടന്റ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ആർക്കും കൈയിട്ട് വാരാൻ പറ്റാത്ത രീതിയിൽ ഗവൺമെന്റ് ചരടുകൾ മുറുക്കുകയാണ് എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു നിബന്ധന ഇതാണ്, ഇത്രയും നാള് അയക്കുന്ന തുകയുടെ 50% അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റായിട്ട് ഈ NGO ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാമായിരുന്നു. വിച്ച് മീൻസ് 1 കോടി രൂപ വിദേശത്ത് നിന്ന് വരികയാണെങ്കിൽ 50 ലക്ഷം രൂപ കണക്കില്ലാതെ, കണക്ക് ബോധിപ്പിക്കാതെ അവർക്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പുട്ടടിക്കാമായിരുന്നു. ഒരു കണക്കും കൊടുക്കേണ്ട കാര്യമില്ല. ആ 50% എന്നുള്ളത് ഇപ്പോൾ സർക്കാർ 20% ആയിട്ട് കുറച്ചു. വിച്ച് മീൻസ് 1 കോടി രൂപ കണക്കിൽ വന്നാൽ അതിൻ്റെ അകത്ത് 20 ലക്ഷം രൂപ പോകട്ടെ, കണക്ക് കൊടുക്കണ്ട. അപ്പോൾ ഇത് ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ മെത്രാന്മാർ അതിന് കളർ പൂശുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇതിൻ്റെ അകത്ത് മെത്രാന്മാർക്കുള്ള വിഷം അവർക്ക് കൈയിട്ട് വരുവാൻ പറ്റുകയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ അവർക്കുള്ളൂ. 50% കണക്കില്ലാതെ ചെലവാക്കാമെന്നുള്ളത് ഇപ്പോൾ അത് 20% കുറച്ചു. അപ്പോൾ ഒരു 30% കൂടി അവർക്ക് ചാരിറ്റി പ്രവർത്തനത്തിൽ കിട്ടും. സാധാരണക്കാർക്ക് നല്ലൊരു ന്യൂസാണ്. ഇത് മൈനോറിറ്റികൾക്കോ ന്യൂനപക്ഷങ്ങൾക്കോ എതിരായിട്ടുള്ള ഒരാക്രമണമല്ല. വിദേശ പണം സുതാര്യമായി കൈകാര്യം ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുവാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ശ്രമം മാത്രമാണ് ഇത്.